അപർണയുടെ അച്ഛനും അമ്മയും എല്ലാം ഭയങ്കര കലാകാരന്മാരായിരുന്നു. അമ്മാവൻ അതെ KP ഉദയഭാനു സാറിന്റെ അനന്തരവനാണ് അച്ഛൻ. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഞങ്ങൾ ശരിക്കും വിചാരിച്ച എന്താ അറിയോ, താൻ ഭയങ്കര പാട്ടുകാരിയൊക്കെ ആയിട്ട് ഭയങ്കര പ്ലേബാക്ക് സിംഗറൊക്കെ ആയിട്ട് വരുമെന്ന്. പക്ഷെ താൻ സ്റ്റെപ്പ് വെച്ചത് ആർട്ടിസ്റ്റിലേക്ക്. എനിക്ക് അതുവഴിയാണ് പാടാനൊരു അവസരം കിട്ടിയത്. ആക്ച്വലി മഹേഷിന്റെ പ്രതികാരത്തിൽ അഭിനയിച്ചിട്ട് അതിൻ്റെ ഒരു ഷൂട്ട് ഏകദേശം തീരാറായപ്പോഴാണ് ദിലീഷ് ഏട്ടൻ ഡയറക്ടർ നമുക്ക് ഇവളെ കൊണ്ട് തന്നെ ഈ പാട്ട് പാടിപ്പിച്ചാലോ എന്നുള്ളൊരു ആശയം കൊണ്ട് വരുന്നത്. അപ്പോൾ അപ്പൊ ശരിക്കും പാട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നേരത്തെ അവർക്ക് അറിയായിരുന്നു? അതോ ചുമ്മാ എന്നെ ഓഡിഷൻ ചെയ്തപ്പോ തന്നെ അവരെന്നെ പാടിപ്പിച്ചിരുന്നു. എന്റെ ടീച്ചർ വഴി ആയതുകൊണ്ട് മാമിന് അറിയായിരുന്നു എനിക്ക് ഞാൻ പാടുന്ന അറിയണോണ്ട് ചുമ്മാ പാടിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ഒരു തോട്ട് വന്നതും എന്നെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചത്. ഇത്രയും മതിയല്ലോ നമുക്ക്, ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഒരു കാര്യമില്ല. കാര്യം എന്നല്ല, ചേച്ചിക്കും ബേസിക്കലി പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല, എനിക്കെന്നല്ല എന്റെ പ്രേക്ഷകർക്കും. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് കാര്യമല്ലോ. പാട്ടെന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു എന്നാ പറയാ, നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ. പിന്നെ ഡാൻസ് നല്ലോണം ചെയ്യും, അത് പക്ഷെ എന്റെ അടുക്കളയിൽ ഒക്കുകയില്ല, അതിനുള്ള തട്ടോ ഒന്നും ഇല്ല. ഈ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുച്ചിപ്പൊടിയൊക്കെ എന്റെ വരെ തട്ടം എടുത്ത് വെച്ച് കളിച്ചാൽ അതൊക്കെ പോക്കാം. എനിക്ക് ആവശ്യമുള്ള ആ പാത്രം കൊണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് ആദ്യമേ പറഞ്ഞു, മോള് നല്ലൊരു ഡാൻസുകാരിയാണ്, പാട്ടുകാരിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, ഇതെല്ലാം പറഞ്ഞു. ഇത് ഞാൻ പറയണ്ട, പക്ഷെ എന്നാലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ മോളെ പറ്റി. അപ്പൊ പക്ഷെ ഇതൊക്കെ പോയിട്ട് എന്റെ കുറച്ച് പ്രേക്ഷകർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. ദാറ്റ് യു ആർ ആൻ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഫസ്റ്റ് ഒരു കാര്യം ചെയ്യട്ടെ. ഇവിടെ ഇപ്പൊ എന്റെ ഈ ട്രാക്ടറും കോമ്പസ് അതൊന്നും തരാനില്ല. എന്റെ ഇവിടെ കുറച്ച് കത്തിയും മുള്ളും ഒക്കെ ഉള്ളൂ. അത് അന്ന് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാനും ഒക്കെയല്ല. ചേച്ചിയുടെ അടുക്കളയില് എന്നൊക്കെ മാറ്റം വരുത്തണം. ബിക്കോസ് ബേസിക്കലി നമ്മുടെ അടുക്കള എല്ലാവരും പറഞ്ഞത് നല്ലതാ. ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ പിള്ളേർ പഠിച്ചിറങ്ങുമ്പോൾ ന്യൂ ഐഡിയാസ് വരും. പിന്നെ ബീങ് ആൻ ആർക്കിടെക്ചർ തനിക്ക് എന്നതേലും ചേച്ചി ഇത് ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നൊക്കെ പറയാൻ തോന്നുവേ അല്ലേ? അങ്ങനെ എന്നതേലും ഒരു മാറ്റം നമ്മുടെ ഇല്ല. എനിക്ക് ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് അടുക്കള ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ ഓപ്പൺ കിച്ചൺ ആവുമ്പോൾ ഇപ്പൊ ഇതുപോലെ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നീ കുക്ക് ചെയ്യുന്ന ആൾക്ക് ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്കൊരു ലോൺലിനെസ് തോന്നില്ല. പൊതുവെ ഒരു അമ്മ മാത്രമാണല്ലോ അടുക്കളയിൽ ചെന്നിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ നമുക്ക് നല്ലോണം ഇന്ററാക്ട് ചെയ്യാം. അതെ, നല്ല ലൈവ്ലി ആയിരിക്കും. ആർക്കും അടുക്കളക്കകത്തിരിക്കുന്ന ആൾക്കൊരു അതൊരു പണിയായിട്ട് തോന്നില്ല, ഒരു എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ എനിക്ക് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാവേ. നമുക്ക് ബേസിക്കലി നമ്മൾ ഈ അമ്മമാരൊക്കെ അടുക്കളയിൽ കിടന്ന് എപ്പോഴും ജോലി ചെയ്ത് മടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സൈക്കോയും കൂടെ കൊണ്ടായിരിക്കാം. ബേസിക്കലി ആർക്കിടെക്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ലൈഫ് വരണം അല്ലെ? ചുമ്മാ എന്നതേലും ഒരു 4 കസാര കൂട്ടിയിട്ടേച്ചായിരിക്കത്തില്ലല്ലോ. അതിന് ശരിക്കും ഇപ്പൊ വീട് പണി തുടങ്ങാൻ പോകുന്നതിൽ ബേസിക്കലി യു ആർ ആൻ ആർക്കിടെക്ചർ, അത് റാദർ ദാൻ യു ആൻ ആർട്ടിസ്റ്റ്, സോ യു ഹാവ് എ ക്രിയേറ്റീവ് മൈൻഡ് അല്ലേ ഒത്തിരി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വീടിനകത്ത് എന്നൊക്കെ വേണം, എന്നൊക്കെ സാധനങ്ങൾ അതിനകത്ത് ഇടേണ്ടത്, അങ്ങനത്തെ ഒക്കെ ഒരു ഇതെന്താ പറയുക. ഞാൻ ആക്ച്വലി ആർക്കിടെക്ചർ എടുക്കാൻ കാരണം തന്നെ അതാ. ഡിസൈനിങ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ഫിലിം ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ഷൻ പോലത്തെ ഒരു സംഭവം തന്നെയാണ്. വി ആർ ഡയറക്റ്റിംഗ് ഒരു സംഭവം, ഒരു ബിൽഡിംഗ് ആക്കുക എന്നേ ഉള്ളൂ. അത് ഒരു മൂവി ആക്കുന്നതിന് പകരം ഇതൊരു ബിൽഡിംഗ് ആക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ചറിലുള്ള കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഈ വീട് പണിയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ പഠിച്ചത് വരുന്നതിൽ സ്റ്റെപ്പ് വൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഇനീഷ്യൽ ഒരു സ്റ്റേജ്. അത് നമുക്ക് എന്താണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ഒരു ആർക്കിടെക്റ്റിനെക്കാട്ടിലും അവിടെ താമസിക്കുന്നവരുടെ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അവരാണ് ശരിക്കും ഒരു വീട് പണിയണത്. പിന്നെ നമ്മൾ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ എങ്ങനെ വരുത്താം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യൂ എങ്ങനെ ലൈവ്ലി ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ആക്ച്വലി. അപ്പൊ ഒരു ക്ലയന്റ് വരുമ്പോൾ അവർക്ക് എന്തൊക്കെ വേണം, എനിക്ക് കൂടുതൽ പൊതുവെ ഈ ഓപ്പൺ സ്പേസസും ഗ്രീൻ കാണുന്നത് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. വീട്ടിൽ നല്ലോണം ഇരിക്കാൻ തോന്നും. ഗ്രീനറി, പിന്നെ അതുപോലെ കാറ്റ്, വെളിച്ചം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ തോന്നും കുറച്ച് നേരം. എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ ഒരു വീടുണ്ട്, അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല. എങ്ങനെ പോയാലും ഞാൻ അവിടെ എങ്ങനെയെങ്കിലും ഇരുന്നു, ഭയങ്കര ഫ്രഷാ. അപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ കൂടുതൽ ഗ്രീൻ, ലൈറ്റ്, വിൻഡ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റില്. നല്ല കാറ്റും വെളിച്ചവും എല്ലാം വരണം നമ്മുടെ വീട്ടിലേക്ക് അല്ലെ? അപ്പൊ ശരിക്കും ഈ മോക്കിപ്പം ഭയങ്കര എൻവയോൺമെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വീടുകളാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് പ്രകൃതി ആസ്വദിക്കണം അല്ലെ? അപ്പൊ മോളി ശരിക്കും ക്യാരക്ടേഴ്സ് തെരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ പോലെ റേഷ്യോ ബാലൻസ് ചെയ്തൊക്കെയാണോ എടുക്കുന്നത്? ഞാൻ ക്യാരക്ടേഴ്സിൽ കൂടുതൽ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് പറഞ്ഞ മാതിരി എൻ്റെ ക്യാരക്ടർ അത് ആൾക്കാരിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം, അല്ലെങ്കിൽ അവർക്ക് തോന്നണം ഞാനെന്നൊരാൾ അതിലുണ്ട് എന്ന്. അത് എത്ര ഷോർട്ട് പീരീഡിലാണെങ്കിലും
അതാണ് എനിക്ക് ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്. ഞാൻ എത്ര ചെറിയ ടൈമിലാണെങ്കിലും അത് ഞാൻ എന്നുള്ള ഒരാള് ആ മൂവിക്കകത്ത് ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് തോന്നണം. അതാണ് ഞാൻ അതെ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കാറുള്ളത്. അതിന് പെർഫോമൻസ് വേണം എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് കൂടുതൽ ഈ എന്താ പറയാ, നമ്മള് അങ്ങനെ നല്ല ഭയങ്കര ക്യൂട്ടായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് തോന്നുന്ന മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് മേക്കപ്സ് ഒന്നുമില്ല, രാവിലെ എന്തിനോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ മാതിരി അവിടെ വന്ന് ശരി ഇട്ടിട്ട് പോയാ പിന്നെ ലഞ്ച് ആകുമ്പോ വേണമെങ്കിൽ ഒന്ന് ടച്ചപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞ മോളെ ആ ഫിലിമിലേക്ക് വരുമ്പോ നമ്മൾ ആദ്യമായിട്ട് ആലോചിക്കും നമ്മളെ ഒരു സിനിമയിൽ ചെല്ലുക, നമ്മൾ അതുപോലെ മേക്കപ്പ് ചെയ്യണം, അതാ ഇതാക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു അറിവുണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞാൽ ആർക്കോ വേണ്ടി ചെയ്യുന്നവരെന്ന് പറഞ്ഞ പോലെ. മഹേഷിന് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു ന്യൂ ബോൺ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു കൊച്ചിനെ മാതിരിയായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ല അതിനെ പറ്റിയിട്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല എനിക്ക് മൂവീസിന്റെ. അപ്പോൾ എന്തവർ പറയുന്നു അത് ഞാൻ ചെയ്യാന്നുള്ളതായിരുന്നു മഹേഷിൽ എനിക്കൊരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പം മേക്കപ്പ് കുറഞ്ഞാലും എന്നോട് മഹേഷ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂവിൽ ചോദിച്ചു ഭയങ്കരമായിട്ട് എന്തെങ്കിലും വിഷമായോ, ഡള്ളാക്കിയോ. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഞാനതൊരു എന്താ പറയാ, നമ്മളൊരു ഏറ്റവും ചെറിയ പ്രായത്തിലൊരു കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതേപടി തിരിച്ചു കാണിക്കുന്ന മാതിരി അവര് പറയുന്നത് എന്തോ അത് ഞാൻ ചെയ്യാന്നുള്ളതായിരുന്നു എനിക്ക്. അല്ലാണ്ട് അതിനെ പറ്റിയിട്ട് അയ്യോ കറുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ് മഹേഷ് കഴിഞ്ഞിട്ട്. അതാണ് എല്ലാവരും ഇന്റർവ്യൂസിന് ചോദിക്കുമ്പോൾ അയ്യോ ഒത്തിരി ഡള്ളാക്കിയല്ലേ. ആക്ച്വലി സ്പീക്കിംഗ് ഡള്ളാക്കിയതും അല്ല, ഞാൻ അന്ന് നല്ല എങ്ങനെയോ വെളുത്ത് കുറച്ചും കൂടെ കളർ വെച്ചതാണ്. അതെനിക്ക് സത്യമായിട്ട് ഞാൻ ഏറ്റവും മോശം ഒരു ആളാണ് ഈ ബ്യൂട്ടി കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതില്. പക്ഷെ മോള് തന്നെ പറഞ്ഞു അതിനകത്ത് ഞാൻ ലേശം കറുത്തിട്ടാണ്, പക്ഷെ ഇപ്പൊ ഞാൻ വെളുത്തിട്ടാണെന്ന്. പൊന്നു മോളെ, ഇത് കേൾക്കുന്ന ഞാനും ഒരു പെണ്ണ, കേൾക്കുന്ന കുറെ പേര് പെണ്ണ, എത്രയായാലും ആ ടിപ്പ് തരാതെ. എനിക്ക് എങ്ങനെയാന്ന് പറയുന്നത്, ഞാൻ അത് കഴിഞ്ഞിട്ട് നല്ല വണ്ണം വെച്ചിരുന്നു. അത് എല്ലാവരും കംപ്ലൈന്റ് ആയി പറഞ്ഞെങ്കിലും കുറെ പേര് എന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീ കുറച്ച് വണ്ണം വെച്ചപ്പോഴൊന്ന് മുഖമൊക്കെ ഒന്ന് തുടുത്ത് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയി ചബ്ബി ആയതെന്നൊക്കെ പറയായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ കോൺഷ്യസ്ലി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആവും, പുറത്തെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഒരു ഫാക്ടർ ആയി മാറും. അത് നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ ആയി പോണതാ. അതിനുവേണ്ടി കുറച്ചും കൂടെ ശ്രദ്ധിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. ശ്രദ്ധ എന്തായിരുന്നു ചോദിച്ചാൽ വേണം വെച്ച് ശ്രദ്ധിക്കൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്റെ വല്യമ്മ ഈ ബ്യൂട്ടി ഇതിന്റെ ഭയങ്കര ആളാ. അപ്പൊ പുള്ളിക്കാരി ഈ സൈഡിൽ കൂടെ ഓരോ പണികൾ ഒപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക എന്തൊക്കെയാ ചെയ്യുന്നത്. ഈ ഉലുവ അരച്ച് പാലില് ഇതാക്കി തേക്കുക, അങ്ങനത്തെ അത് നല്ല ഫ്രഷ്നെസ് കിട്ടും, ഭയങ്കര ഗ്ലോ ആയിരിക്കും മുഖത്തിന്. അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ വല്യമ്മയുടെ നിന്നാണ് ഊറ്റാറുള്ളത്. ദൈവമേ, ആ വല്യമ്മയും കൂടെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പുള്ളിക്കാർക്ക് എവിടുന്നാന്ന് അറിയില്ല, ഇതൊക്കെ ഭയങ്കരമായിട്ട് എവിടുന്നെങ്കിലും കളക്ട് ചെയ്തിട്ട്. എനിക്കത് പുള്ളിക്കാരത്തി ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതെ തന്നെ, നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ട് ഭയങ്കരമായ പരീക്ഷണങ്ങളാണ്. എന്റെ മോളെ എങ്ങോട്ട് വന്നപ്പോ ഒരു 2 എണ്ണമെങ്കിലും പഠിച്ചിട്ട് വന്നേണ്ടേ. ഇത് എവിടെ പോയാലും എനിക്ക് വിശക്കുന്നേന്ന് മാത്രം പറയാൻ പഠിച്ചോണ്ട് വല്യമ്മയുടെ എന്തായാലും ഇത് തന്നെയുള്ളൂ. അല്ലാതെ എന്റെ വല്യമ്മ ഞാനിപ്പോ ഒരു ആർട്ടിസ്റ്റാ, എനിക്ക് ഇന്ന പോലെയൊക്കെ വേണം, അതും അതല്ല വല്യമ്മ എനിക്ക് വിശക്കുന്നു, ഇതെല്ലാം തോന്നുന്നില്ല. പുള്ളിക്കാരി എന്നിട്ട് എന്റെ അടുത്ത് പാവം തോന്നിയിട്ട് കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരാം. അതിൽ ഓർമ്മയുള്ള ഒരേ ഒരു സാധനം ഇത് മാത്രമാണ് എനിക്ക്.